പിന്നെ തങ്ങൾ പറയുന്നുണ്ട് അതെന്തോ ആകട്ടെ, നമ്മൾ സ്വപ്നത്തിൽ പലരെയും കാണാം, അത് കണ്ടോട്ടെ, പക്ഷെ റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ പിശാച് വരൂല. നീ പറഞ്ഞത് അബദ്ധമാണ്, അഹ്ലുസുന്നയുടെ ആശയമല്ല, തനിച്ച വഹാബിസമാണ്. ഇബ്രാഹിം നബിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വർക്കത്ത് കാണില്ല, നേരെ കാണുന്നത്, അതാ മനസ്സിലാക്കേണ്ടത്. വർക്കത്ത് പോയി നമ്മൾ കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതെ ആവും ചെയ്യുക, അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല, അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ, അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയും എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ആ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലുള്ളാഹിന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പോൾ റസൂലുള്ളാഹി ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടേ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ പലരും കാണും. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അമ്പിയാക്കന്മാർ റസൂലുള്ളാഹി കണ്ടു തന്നെ, സ്വപ്നത്തിൽ കണ്ടു എന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. ഞങ്ങൾ നോക്കട്ടെ എങ്ങണ്ട വണ്ടി പോണെന്ന്. അബദ്ധം സംഭവിച്ചതാണോ? പ്രശ്നമല്ല, തിരുത്തിക്കോളൂ. അല്ല ഞാൻ കെട്ടിമറിയാനാണോ? ഞങ്ങളെ പ്രതികരണം സത്യമായിരിക്കും. അവിടെ നോട്ടല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റോടല്ല. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ, അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയും എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. നീ പറഞ്ഞത് അബദ്ധമാണ്, അഹ്ലുസുന്നയുടെ ആശയമല്ല, തനിച്ച വഹാബിസമാണ്. അല്ല ഞാൻ കെട്ടിമറിയാനാണോ? ഞങ്ങളെ പ്രതികരണം സത്യമായിരിക്കും. അവിടെ നോട്ടല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റോടല്ല.